ആനക്കലിയിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായതിൽ ആറളത്ത് ജനരോഷം. വനം മന്ത്രി നേരിട്ടെത്തണമെന്ന് ആവശ്യം. AK ശശീന്ദ്രൻ വിളിച്ച സർവകക്ഷി യോഗവും പരാജയം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജ് ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഈരാറ്റുപേട്ട കോടതി. 6 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ആശാവർക്കർമാരുടെ സമരത്തെ നിരന്തരം അവഹേളിച്ച CPM. സമരത്തിനു പിന്നിൽ ചില അരാജക സംഘടനകളെന്ന് എളമരം കരീം. പൊമ്പിളെ ഒരുമയിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമെന്നും വിമർശനം. തൊഴിലാളി സമരാവകാശം CITUവിന് ചാർത്തി നൽകിയിട്ടില്ലെന്ന് സമരക്കാർ. ആവേശം ചോരാതെ ആശാവർക്കർമാരുടെ സമരം 15ാം ദിവസത്തിൽ. തരൂരിന് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുല്ലപ്പള്ളിയും. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം. ഇത് മറികടന്ന് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് വരണമെന്നാണ് പ്രതീക്ഷയെന്ന് മുല്ലപ്പള്ളി. തരൂരിനെതിരെ കടുത്ത പ്രതികരണത്തിന് മുതിരാതെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. സിനിമാ സമരവുമായി മുന്നോട്ടു പോകാൻ ഫിലിം ചേംബർ. ആന്റണി പെരുമ്പാവൂരിന് വിമർശനം. G. സുരേഷ് കുമാറിന് പൂർണ്ണ പിന്തുണ. സിനിമാ സമരത്തെ പിന്തുണയ്ക്കാനില്ല എന്ന അമ്മ. പ്രതിഫലം കുറയ്ക്കുന്ന കാര്യത്തിൽ താരങ്ങളുമായി സംസാരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. കൃത്രിമ ശ്വാസം കൊടുക്കൽ തുടരുകയാണ്. ആശുപത്രി കിടക്കയിലും ഞായറാഴ്ച പ്രാർത്ഥന നടത്തിയെന്ന് വത്തിക്കാൻ.